എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദേ ലുലുവിലാണ് കേട്ടോ. ഇക്കാക്കാൻ്റെ കൂടെ ഒരു മൂവി കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഏതായിരിക്കും മൂവി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വായ 2 ആണ് കേട്ടോ. അത് കാണാൻ വേണ്ടി പോയതാണേ. അപ്പം ദേ ഒന്ന് ഫ്രഷായി സെറ്റായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വാഷ്റൂമിലൊക്കെ പോയി. കുറേ സമയം അങ്ങോട്ട് ബാക്കിയുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഒരുപാട് സമയമുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തി. 6:50 7 മണിയുടെ സിനിമയ്ക്ക് ഞങ്ങൾ നേരത്തെ ഒരു 6:10 ആയപ്പോഴേക്കും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇക്കാക്ക പറഞ്ഞതാണ്. പിന്നെ ബ്ലോക്കിൻ്റെ കാര്യം നമ്മൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വന്ന് ഇവിടെ സീറ്റ് പിടിച്ച് ഇരിപ്പായി കേട്ടോ. ഒന്നും പറയണ്ട, അതിൻ്റെ കലിപ്പ് കെട്ടിയോൻ്റെ മുഖത്തുണ്ടും താനും. അങ്ങനെ ദേ തിയേറ്ററിൻ്റെ അകത്തൊക്കെ കയറി. മൂവിയൊന്നും തുടങ്ങിയിട്ടില്ല, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയും ഫുള്ളായിരുന്നു തിയേറ്റർ. ഫുൾ അത്രയും ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ദേ മൂവിയൊക്കെ അങ്ങോട്ട് തുടങ്ങാറായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ, എനിക്കിത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. അങ്ങനെ ദേ അടിപൊളിയാണ് മക്കളെ. ഫസ്റ്റ് നമ്മൾ ഒരുപാട് ചിരിക്കും, ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ ഒരുപാട് കരയും. കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ ബ്രദേഴ്സിനെയും നമ്മളെ സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. ഈ ഒരു മൂവി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും അടിപൊളിയാണ്. നമ്മളെ കൂടപ്പിറപ്പിനെയും സിബ്ലിങ്സിനെയൊക്കെ മിസ് ചെയ്യണ ഒരു അടിപൊളി മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കിട്ടോ. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് നല്ല മൂവിയായിരുന്നു, അടിപൊളി. എനിക്ക് പറയാൻ വാക്കില്ല കേട്ടോ. എനിക്ക് അത്രയും എൻ്റെ ബ്രദറിനെയൊക്കെ മിസ് ചെയ്തു. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. അപ്പം എൻ്റെ ഇത്രയായിരുന്നു പരിപാടി. പിന്നെ രാവിലെ ആയപ്പോഴേക്കും ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് കട്ടൻ ചായയാണ് കുടിച്ചത്. പാൽ ചായ അങ്ങോട്ട് കുറച്ച് ഒഴിവാക്കി. അതിന് ശേഷം എനിക്ക് ഇത്തിരി മുരിങ്ങയില പറിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. വീടിൻ്റെ താഴത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ആകെ 5 ഇല മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. 5ഉം 10ഉം ഇല ഉണ്ടായിരുന്നു. ഒരു 4 ഞാൻ പറിച്ചെടുത്തു. അങ്ങനെ അതും പറിച്ചെടുത്ത് ഞാൻ വീട്ടിൽ കയറിപ്പോയി കേട്ടോ. കുറച്ചേ ഉള്ളൂ, അപ്പം കുറച്ച് സെറ്റാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അത് കുറച്ച് സെറ്റാക്കി അങ്ങനെ അതൊക്കെ എടുത്തു. മുരിങ്ങയിലയും ചോറൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. മുട്ടയിട്ടിട്ട് മുരിങ്ങയില വെച്ചു കേട്ടോ, നല്ലതാണത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിൻ്റെ കറിയൊക്കെ ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു സെറ്റാക്കി, അത്രയൊക്കെ തന്നെ. പിന്നെ ഹെയർ നല്ല ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനൊന്ന് ഹെയർ സ്പാ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.